ഭുവനമോഹനമന്ദഹാസം ശംഖാരിപങ്കജഗദാധരമാത്മസൗഖ്യസന്ദായകം ഗുരുപുരേശ്വരമാശ്രയാമി. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. പ്രാരബ്ധചക്രം പൊടിഞ്ഞു വീഴാനുള്ള മാർഗം അത് നൈമിഷാരണ്യത്തിലെത്തലാണ് എന്ന് ആ പുണ്യഭൂമിയുടെ മഹിമയെ പാടിക്കൊണ്ട് ഭാഗവതം ആരംഭത്തിൽ തന്നെ നമ്മളെ ഓർമ്മിപ്പിച്ചു. പുനരഭി ജനനം പുനരഭി മരണം എന്നുള്ള ഭാവത്തിൽ വിധാതാവായ ബ്രഹ്മാവിൽ നിന്നും ശൗനകാദികളെ പോലെ തന്നെ നമ്മളും ഒരു ചക്രം വാങ്ങി ഉരുട്ടാൻ തുടങ്ങിയിട്ടിപ്പോൾ കാലം കുറേയായി. ഇതെവിടെയെങ്കിലും ഒന്ന് പൊടിക്കണ്ടേ? പൊടിക്കാനുള്ള വഴിയാണിപ്പോൾ ഭാഗവതം പറഞ്ഞു തരുന്നത്. ഈ ജീവൻ്റെ ശ്രേയസ്സിന്, ഈ ജീവനെ ഉയർത്താൻ, ഈ ജന്മത്തിൻ്റെ ധന്യതയെ ഓർമ്മിപ്പിക്കാൻ ഉള്ള മാർഗമാണ് ഭാഗവതം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം ആരോ ബേസ്മെൻറ്റ് ഹാളിൽ നിന്ന് ചോദിച്ചു, മുകളിലേക്ക് പോകാനുള്ള വഴി എന്താ? ഭാഗവതം നടക്കുന്നത് മുകളിലാണല്ലോ, അപ്പോൾ മുകളിലേക്ക് പോകാനുള്ള വഴി എന്താ? മുകളിലേക്ക് പോകാനാണ് ഭാഗവതം. ആ വഴിയാണിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതും. അപ്പോൾ ഋഷീശ്വരന്മാരും നമ്മളും തമ്മിൽ വ്യത്യാസമുണ്ട്. അവർക്ക് ചക്രം ഉരുട്ടാൻ ഉള്ള അറിവും കഴിവും ചക്രത്തെ നിയന്ത്രിക്കാനുള്ളതായ ധിഷണയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കിതൊന്നുമില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഈ മായയിൽ മുങ്ങിക്കിടക്കുന്നത് കൊണ്ട് തന്നെ ഈ ചക്രത്തെ കൃത്യമായി എങ്ങനെയൊക്കെ ഉരുട്ടണം, ഈ ചക്രത്തെ കൃത്യമായി എങ്ങനെ നിയന്ത്രിക്കണം എന്നുള്ള അറിവൊന്നും നമുക്കില്ലാത്തതുകൊണ്ട് ചക്രത്തെ ഉരുട്ടി ഉരുട്ടി കുറച്ച് കാലം കഴിയുമ്പോൾ നിയന്ത്രണം നമ്മുടെ കയ്യിൽ നിന്ന് പോയി. ചക്രം നമ്മളെ ഇട്ട് ഉരുട്ടാൻ തുടങ്ങി. ഇപ്പോൾ നമ്മുടെ കയ്യിലല്ല ചക്രം, ചക്രത്തിൻ്റെ ഉള്ളിലാണ് നമ്മൾ. എങ്ങനെയാണ് നമ്മുടെ ജീവിതം കൊണ്ടുപോകേണ്ടത്, എവിടേക്കാണ് നമ്മുടെ ജീവിതം നീങ്ങേണ്ടത് എന്ന് ഒരല്പം പോലും തീരുമാനമെടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പ്രാരബ്ധം നമ്മളെ നിയന്ത്രിക്കുമ്പോൾ ഈ പ്രാരബ്ധ ചക്രത്തെ ഒരല്പമെങ്കിലും കുറച്ച് സമയം ഈ ചക്രം ഉരുട്ടുന്നത് നിർത്തി ഒന്ന് ചിന്തിക്കണ്ടേ? ചിന്തിക്കണമെങ്കിൽ എന്ത് വേണം? ഈ ചെയ്യലൊക്കെ ഒന്ന് നിൽക്കണം. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ ചെയ്യലാണ്. ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒറ്റ ഉദ്ദേശമേ ഉണ്ടായിട്ടുള്ളൂ, എന്ത്? ഇതൊക്കെ ചെയ്തിട്ട് സുഖമായിരിക്കാമല്ലോ. ചുരുക്കി പറഞ്ഞാൽ ചെയ്യൽ ഒട്ട് തീരുന്നുമില്ല, സുഖമായിട്ടിരിക്കൽ നടക്കുന്നുമില്ല. അപ്പോഴാണ് ഇങ്ങനൊരു നൈമിഷാരണ്യം നമുക്ക് വേണ്ടി ഭഗവാൻ കാരുണ്യം കൊണ്ട് പ്രകാശിപ്പിച്ചു തരുന്നത്. ഉത്തരേന്ത്യയിലാണ് നൈമിഷാരണ്യം എന്ന് നമുക്കറിയാം. ഇവിടുന്ന് ഇപ്പോൾ ഈ പ്രാരബ്ധ ചക്രം എടുത്ത് ഉത്തരേന്ത്യ വരെ പോകാൻ നമുക്കൊന്നും സാധിക്കില്ല. തൊട്ടടുത്തുള്ള സപ്താഹത്തിന് പോകാൻ തന്നെ നമുക്ക് ഒരു ധൈര്യമില്ല എന്നിരിക്കെ പ്രാരബ്ധം കൊണ്ട് ഇത്ര ദൂരം പോകാൻ സാധിക്കില്ല എന്ന് കണ്ടപ്പോൾ ഭഗവാന് വീണ്ടും തോന്നിയ ഒരു കാരുണ്യം, എല്ലാ സ്ഥലത്തും നമ്മുടെ സൗകര്യത്തിന് ഈ പ്രാരബ്ധ ചക്രം ഉരുട്ടി പോകാൻ പാകത്തിന് നൈമിഷാരണ്യത്തിൻ്റെ 7 ദിവസം തുറന്ന് പ്രവർത്തിക്കുന്നൊരു ബ്രാഞ്ച് ഭഗവാൻ ഓപ്പൺ ചെയ്തു. ഓരോ ഭാഗവത സപ്താഹ യജ്ഞവിധിയും ഈ ഒരു നൈമിഷാരണ്യത്തിൻ്റെ ബ്രാഞ്ചാണ്. അപ്പോൾ നമുക്ക് സൗകര്യമായി. എന്ത്? ഈ പ്രാരബ്ധ ചക്രവും കൊണ്ട് ഇത്ര ദൂരം പോണ്ട, അടുത്തുണ്ട് സപ്താഹം, അവിടെ പോയിരുന്നാൽ മതി. അങ്ങനെ ഈ പ്രാരബ്ധ കർമ്മത്തെ കുറച്ച് മനസ്സിൻ്റെ ഈ പലവിധത്തിലുള്ളതായ വ്യാപാരങ്ങളിൽ നിന്നൊരല്പസമയമെങ്കിലും ഭാഗവതത്തിൻ്റെ രുചി ഒന്നറിയിക്കുക. വാസുദേവ കഥാരുചി, ഭഗവാന്റെ കഥകളുടെ ഒരു ടേസ്റ്റ് നമ്മുടെ മനസ്സിന് ഹൃദയത്തിന് വന്നാൽ എന്താ ഗുണം? ആദ്യമൊക്കെ ഭാഗവതം കേൾക്കാൻ ശരീരം ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും മനസ്സ് ചിലപ്പോൾ സർക്കിട്ടിന് പോവും. ശരിക്കും ഭാഗവതം എത്ര തവണ കേൾക്കണമെന്ന് ചോദിച്ചാൽ ഒറ്റ തവണ കേട്ടാൽ മതി. നമ്മളിത് എത്ര കൊല്ലമായി ഈ പരിപാടി തുടങ്ങിയിട്ട്. അപ്പോൾ എന്തേ കാരണം എന്ന് വെച്ചാൽ നമ്മൾ പരീക്ഷത്തിനെ പോലെ ചിലപ്പോൾ ഒരു നിമിഷമേ ഒരു സപ്താഹ യജ്ഞത്തിൽ ഇരിക്കണുണ്ടാവുള്ളൂ, പരിപൂർണ ശ്രദ്ധയോടെ, പരിപൂർണ ആശ്രയഭാവത്തോടെ. അപ്പം അത്തരത്തിൽ മനസ്സ് പല വ്യാപാരത്തിലേക്കും പോവും. അപ്പം ശരീരം ഇവിടെ ഉണ്ടെങ്കിലും മനസ്സ് പുറത്തായിരിക്കും. പക്ഷേ ഈ ഭഗവത് കഥയുടെ രുചി, വാസുദേവ കഥാരുചി നമ്മുടെ ഉള്ളിലങ്ങ് വന്നു കഴിഞ്ഞാൽ എന്താ ഗുണം എന്നറിയോ?
പിന്നെ ശരീരം പുറത്താണെങ്കിലും മനസ്സ് ഭാഗവത് എവിടെയുണ്ട് എന്ന് അന്വേഷിക്കാൻ തുടങ്ങും. മനസ്സ് ഭഗവാന്റെ കഥകളിലേക്ക് എവിടെയുണ്ടെങ്കിലും അത് അന്വേഷിച്ച് ചെല്ലും. അപ്പോൾ ഈശ്വര കഥകൾ എവിടെ നടക്കുന്നുണ്ടെങ്കിലും ശരീരം വേണ്ട, മനസ്സുകൊണ്ട് അവിടെ ചെന്നിരുന്ന് ആ ഭഗവാന്റെ കഥകളെ കേൾക്കാൻ, ആ ഭഗവാന്റെ കഥയുടെ രുചി അനുഭവിക്കാൻ നമുക്ക് എവിടെ വച്ചും സാധിക്കും. എന്തിന്? ന്യൂസ് പേപ്പറിൽ ശ്രീമദ് ഭാഗവത യജ്ഞം എന്നുള്ള ഒരു വാക്ക് കേട്ടാൽ തന്നെ, ഒരു വാക്ക് കണ്ടാൽ തന്നെ ഭാഗവതത്തിലിരിക്കുന്ന, ഭാഗവത യജ്ഞവേദിയിലിരിക്കുന്ന ഒരു സുഖം ഈ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ആരംഭിച്ചു എന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ, കാണുമ്പോൾ നമുക്ക് കിട്ടാൻ തുടങ്ങും. അപ്പോൾ ഏതായാലും ഇവിടെ ആ നൈമിഷാരണ്യത്തിൽ നിന്നാണ് നമ്മുടെ ഈ ഒരു ഭാഗവത യജ്ഞം ആരംഭിക്കുന്നത്. ശൗനകാദി യോഗീശ്വരന്മാരോടൊപ്പം നമ്മളും ആ ഉഗ്രശ്രവസിൻ്റെ ഭാഗവത കഥാമൃതം കേൾക്കാനായി ഇരിക്കുകയാണ്. ചോദ്യമൊക്കെ നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല, ശൗനകാദികൾ ചോദിച്ചോളും. അല്ല, എന്തിനാ അവർ ചോദിക്കണത് എന്നാണെങ്കിൽ നമ്മൾ ഏതായാലും ഇങ്ങനെയുള്ള ചോദ്യമൊന്നും ചോദിക്കാൻ പോകണില്ല, അതുറപ്പാണ് അല്ലേ. നമ്മൾ ആരെങ്കിലും ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിക്കുമോ? നമ്മളൊക്കെ ഇത്ര കാലം അനുഭവിച്ചിട്ടും അല്ലേ, പലതരത്തിലുള്ളതായ ദുഃഖങ്ങളിൽ വട്ടം ചുറ്റിയിട്ടും ഇതിൽ നിന്ന് എന്താ മോചനം കിട്ടാത്തത് എന്ന് അന്വേഷിക്കുമോ? ഇല്ല. അതുകൊണ്ട് നമുക്ക് വേണ്ടിയിട്ട് ശൗനകാദി യോഗീശ്വരന്മാർ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഉത്തരം ആർക്ക് വേണ്ടിയിട്ടാണ്? നമുക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. ഭാഗവതത്തിലെ എല്ലാ ചോദ്യകർത്താക്കളും ഈ പറഞ്ഞതായ രഹസ്യം അറിയുന്നവർ തന്നെയാണ് അല്ലേ. ഉദ്ധവൻ ഭഗവാനോട് ചോദ്യം ചോദിക്കുന്നു. ഉദ്ധവൻ ഇനിയിപ്പോൾ ഒരു ചോദ്യം ചോദിക്കേണ്ട ആവശ്യമൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം ഭഗവാൻ തന്നെ ത്വം തു ഭാഗവതേഷ്വഹം, നമ്മളൊന്നാണ് ഉദ്ധവ എന്ന് പറഞ്ഞു കഴിഞ്ഞ ആളാണ്. അപ്പോൾ പിന്നെയും ഉദ്ധവൻ ചോദ്യം ചോദിക്കുന്നു. ദേവകി ചോദിക്കുന്നു, മൈത്രേയനോട് വിതുരൻ ചോദിക്കുന്നു, ദേവഹൂതി ചോദിക്കുന്നു. ദേവഹൂതിക്കൊക്കെ ഇനിയിപ്പോൾ സംസാരമോചനത്തിനുള്ള മാർഗം എന്ത് എന്ന് ചോദ്യം ചോദിക്കേണ്ട ആവശ്യമുണ്ടായിട്ടല്ല. പക്ഷേ നമ്മളെപ്പോലെയുള്ള ഒരു തരത്തിലും ചോദ്യം ചോദിക്കാൻ ഇടയില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതൊക്കെ. ഏതായാലും ഇവിടെ ആ ചോദ്യത്തിനുള്ള മറുപടി ഭാഗവതമാണ് എന്ന് ഓർമ്മിപ്പിച്ചു. അപ്പോഴാണ് ശൗനകാദികളുടെ സംശയം, ആരാണ്, എവിടുന്നാണ്, കുതസംചോദിത, ആര് പറഞ്ഞിട്ടാണ് ഈ വ്യാസമഹർഷി ഭാഗവതത്തെ ചമച്ചത് എന്ന് ചോദിച്ചപ്പോഴാണ് ഭാഗവത ഉൽപ്പത്തിയെ വർണ്ണിക്കുന്നത്. സർവവിധത്തിലും പരാശരൻ്റെയും സത്യവതിയുടെയും പുത്രനായി ധർമ്മത്തെ സ്ഥാപിക്കാൻ ഭഗവാൻ വ്യാസനായിട്ട് അവതരിച്ചുവല്ലോ. എങ്ങനെയാണ് ധർമ്മത്തെ സ്ഥാപിക്കുക? ധർമ്മത്തിൻ്റെ വേരുകൾ അത് വേദങ്ങളാണ് എന്ന് പറയും. അപ്പോൾ വേദത്തെ ലോകത്തിൽ വേണ്ടതുപോലെ പ്രചരിപ്പിച്ച് വേദത്തെ വേണ്ടതുപോലെ ലോകത്തിൽ നിലനിർത്തിക്കഴിഞ്ഞാൽ ധർമ്മം വേണ്ടതുപോലെ നിലനിൽക്കും എന്നറിയുന്ന വ്യാസമഹർഷി വേദത്തെ 4 നമുക്കായി വിന്യസിച്ച് തന്നു. ഒരു ജന്മം കൊണ്ട് ഒരു വേദം തന്നെ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നില്ല. ശരിക്കും എല്ലാ വേദവും പഠിക്കണം എന്നൊക്കെയാണ്. എല്ലാ വേദവും ഒന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്തു? വേദത്തെ നിലനിർത്താനുള്ള വഴി അതിനെ 4 വിഭജിച്ച് ലോകത്തിൽ തൻ്റെ ശിഷ്യഗണങ്ങളിൽ കൂടി പ്രചരിപ്പിച്ചു വ്യാസമഹർഷി. അങ്ങനെ വേദപ്രചരണം ആരംഭിച്ചു. വേദം അതിൻ്റെ മാഹാത്മ്യവും മാധുര്യവും വളരെ ശ്രേഷ്ഠമാണ്. വേദം അത് എല്ലാവരിലേക്കും വേണ്ടതുപോലെ എത്തേണ്ടതാണ്. വേദം എല്ലാവർക്കും പഠിക്കാം അല്ലേ. വേദം ഇന്ന ആൾക്കാരെ പഠിക്കാൻ പാടുള്ളൂ എന്നൊന്നുമില്ല, എല്ലാവർക്കും പഠിക്കാം. പക്ഷേ എല്ലാവർക്കും പഠിക്കാം എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാവരും പഠിക്കാൻ പുറപ്പെടുമോ? ഇല്ല. കാരണം ഏതൊരു കാര്യം ചെയ്യണമെങ്കിലും അതിനുള്ളൊരു സംസ്കാരം ആദ്യം നമ്മുടെ ഉള്ളിലുണ്ടാവണം അല്ലേ. ഇപ്പം സംഗീതം അത് പഠിക്കണമെങ്കിൽ, സംഗീതം അതിലുയരണമെങ്കിൽ നമ്മുടെ ഉള്ളിലാണ് ആദ്യം എന്ത് വേണ്ടത്? സംഗീതം വേണ്ടത്. ഉള്ളിൽ സംഗീതം ഉണ്ടെങ്കിൽ പഠിക്കണമെന്നും കൂടിയില്ലേ. എത്രയോ ആൾക്കാർ സംഗീതം പഠിക്കാണ്ട് തന്നെ വലിയ സംഗീതജ്ഞരായ ആൾക്കാരുണ്ട് അല്ലേ, പ്രശസ്തി നേടിയ ആൾക്കാരുണ്ട്. അപ്പോൾ ഉള്ളിൽ ഒരു നൃത്തം, ഡാൻസ് പഠിക്കണമെങ്കിൽ ആദ്യം നമ്മുടെ ഉള്ളിൽ അതിനുള്ള സംസ്കാരം ഉണ്ടാവണം. എന്തിന്? ഇവിടെ ഇപ്പോൾ ഈ ഭാഗവത യജ്ഞത്തിൽ വന്നിങ്ങനെ ഇരിക്കണമെങ്കിൽ പോലും നമുക്ക് ഇങ്ങനെയുള്ളൊരു സംസ്കാരം നമ്മുടെ പൂർവികമായിട്ട് നമ്മുടെ ഉള്ളിൽ അല്പമെങ്കിലും ഉണ്ടെങ്കിലേ ക്ഷമയോടെ ഇവിടെ ഇരിക്കാൻ പറ്റുള്ളൂ അല്ലേ. ഇല്ലെങ്കിൽ ഇപ്പോൾ വാച്ച് നോക്കിക്കൊണ്ടിരിക്കും നമ്മൾ. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ ഓരോ കാര്യത്തിനും അതിൻ്റേതായ ഒരു സംസ്കാരം നമ്മുടെ ഉള്ളിലുണ്ടാവണം. എങ്കിൽ വേദം പഠിക്കണമെങ്കിലും അതിനുള്ള ഒരു സംസ്കാരം നമ്മുടെ പൂർവികമായിട്ടും പിന്നെ ജന്മഭാവത്തിലും നമുക്കുണ്ടാവണം. അപ്പോഴാണ് വേദത്തിനൊരധികാരിയായിട്ട്
അധികാരി എന്ന് പറയുന്നത് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് പോലെയല്ല, അവനവൻ്റെ സംസ്കാരത്തിൽ നിന്ന് ഉണ്ടാവുന്നതാണ്. ആ സംസ്കാരം കൊണ്ട് നേടേണ്ടതാണ്. അതെല്ലാവർക്കും ചിലപ്പോൾ ഉണ്ടായി എന്ന് വരില്ല. പക്ഷേ ഈ വേദസാരമോ അതെല്ലാവരിലേക്ക് എത്തേണ്ടതുമാണ്. എന്ന് മാത്രമല്ല, വേദം സ്വതവേ പ്രഭുസംഹിതമാണ്. പ്രഭുക്കന്മാരെ പോലെയാണ് വേദം എന്നൊക്കെ പറയാറുണ്ട്. ഓരോ ഗ്രന്ഥങ്ങൾക്കും അതിൻ്റേതായ സ്വഭാവം പറയുമ്പോൾ വേദം പ്രഭുവിനെ പോലെ, യജമാനനെ പോലെയാണെന്ന് പറയും. യജമാനന്മാരുടെ സ്വഭാവം എന്താ? ഉപദേശിക്കുക, ആജ്ഞാപിക്കുക. ഇതാണ് യജമാനന്മാർ ചെയ്യുക, അല്ലേ? യജമാനന്മാർ ഭൃത്യന്മാരോട് അപേക്ഷിക്കുമോ? ഇപ്പം അപേക്ഷിക്കേണ്ടി വരും. എന്നാലും പഴയ കാലത്ത് യജമാനന്മാർ ആജ്ഞാപിക്കണം, അല്ലെങ്കിൽ ഉപദേശിക്കും. ഇതാണ് യജമാനന്മാരുടെ സ്വഭാവം. അപ്പോൾ വേദങ്ങളുടെ സ്വഭാവവും ഇതാണ്, ആജ്ഞാപിക്കലും ഉപദേശിക്കലുമാണ്. നമുക്ക് ഈ ലോകത്ത് തീരെ പിടിക്കാത്ത രണ്ട് സ്വഭാവം ഇത് രണ്ടുമാണ്. എന്ത്? ആജ്ഞാപിക്കലും ഉപദേശിക്കലും. സ്വാഭാവികമായിട്ടും വേദത്തിൻ്റെ താല്പര്യത്തെ സാധാരണക്കാർ വേണ്ടതുപോലെ ഉൾക്കൊള്ളുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് വേദസാരത്തെ, വേദത്തിൻ്റെ താല്പര്യത്തെ സാധാരണക്കാരിലേക്ക് കൂടി എത്തിക്കാൻ അതിന് കഥയുടെ മാധുര്യം കൂടി ചേർത്ത് വ്യാസമഹർഷി പുരാണങ്ങളെ ചമയ്ക്കുന്നത്, അല്ലേ? എത്രയായാലും കുട്ടി കയ്പുള്ള മരുന്ന് കുടിക്കണില്ല എന്ന് കണ്ടാൽ അമ്മമാരൊരു സൂത്രം ചെയ്യും. എന്ത്? ഒരു കയ്യിൽ കുറച്ച് പഞ്ചസാര പിടിക്കും, മരുന്നിൻ്റെ കുപ്പിയും എടുക്കും. കുട്ടി വായ തുറക്കണത് എന്തിനാ? മരുന്ന് കുടിക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല, പഞ്ചസാര കിട്ടാൻ വേണ്ടിയിട്ടാണ്. അമ്മ പഞ്ചസാര കൊടുക്കണത് എന്തിനാ? മരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് വ്യത്യാസം. അപ്പോൾ ഇത്തരത്തിൽ ആ കുട്ടി മരുന്നങ്ങ് കഴിച്ച് അതിൻ്റെ ചവർപ്പറിയുമ്പോഴേക്കും പഞ്ചസാര വായിലേക്ക് കമിഴ്ത്തണില്ലേ? ഇതുപോലെ വ്യാസമഹർഷി വേദത്തിൻ്റെ പ്രധാനപ്പെട്ട ആശയങ്ങളെ സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ അതിനെ കഥയുടെ മാധുര്യം ചേർത്ത് വിളമ്പി. അങ്ങനെ പുരാണങ്ങളുണ്ടായി. പല വിധത്തിലുള്ളതായ പുരാണങ്ങൾ ഓരോ തരത്തിലുള്ള സ്വഭാവത്തിനനുസരിച്ചും ഓരോ തരത്തിലുള്ള ഗുണങ്ങൾക്കനുസരിച്ചും ഇഷ്ടദേവതകൾക്കനുസരിച്ചും പുരാണങ്ങൾ പല വിധത്തിലുണ്ടായി. പക്ഷേ പുരാണം എന്നുള്ള ആ ഒരു രംഗത്തിലേക്ക് അധികവും എത്തുന്നതും പഴയ ആൾക്കാരായി തീർന്നു. ശരിക്കും ഭാഗവതം കേൾക്കേണ്ടത് കൗമാര ആചരയിൽ, അല്ലേ? കുട്ടികളാണ്. കുട്ടിക്കാലത്ത് വേണം ഭാഗവതം കേൾക്കാൻ എന്നൊക്കെയാണ് ധ്രുവനും പ്രഹ്ലാദനും ഒക്കെ നമ്മളോട് ഭാഗവതം പറഞ്ഞു തരുന്നത്. കുട്ടികൾ ഭാഗവതം കേൾക്കാമെന്ന് പറഞ്ഞാൽ ഒന്ന് ഇട്ടിട്ട് പൂജ്യം പോലെയും, വയസ്സായിട്ട് ഭാഗവതം കേൾക്കാമെന്ന് പറഞ്ഞാൽ കുറേ പൂജ്യം ഇട്ടിട്ട് അവസാനം ഒന്നിടുന്ന പോലെയും വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതുപോലെ കുട്ടികൾ വേണം ഭാഗവതം കേൾക്കാൻ. പക്ഷേ ഈ പുരാണത്തിൻ്റെ അടുത്തേക്കൊന്നും കുട്ടികൾ വരുന്നത് ഇപ്പോൾ കുറഞ്ഞു, അല്ലേ? ഇപ്പോൾ പുരാണം കേൾക്കാൻ കുട്ടികൾ വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത്യാവശ്യം കുട്ടികൾ വരുന്നുണ്ട്. നാരായണൻ കുട്ടിയോ കൃഷ്ണൻ കുട്ടിയോ കല്യാണി കുട്ടിയോ ഒക്കെ വരുന്നുണ്ട് എന്നല്ലാണ്ടായി മറ്റു കുട്ടികളൊന്നും ഇപ്പോൾ ഇല്ല. അപ്പോൾ പുരാണത്തിന് എന്തോ ഒരു കുഴപ്പം തോന്നി വ്യാസന്. അപ്പോഴാണ് മനസ്സിലായത് ഈ പുരാണം എന്നുള്ളത് പഴഞ്ചൻ എന്നൊരു ധാരണ എല്ലാവർക്കും വന്നു ചേർന്നു. കാരണം പുരാ എന്നുള്ളത് മാത്രമേ നമ്മൾ ചിന്തിക്കണുള്ളൂ. പകുതി വാക്കുകൊണ്ട് ഇത് പഴയതാണ് എന്ന് തീരുമാനിച്ചു. അപ്പോൾ പഴയ കാലത്ത് എഴുതിയ ഏതോ പഴയ കാലത്തെ കഥകൾ അത് ഏതോ ഒരു പഴഞ്ചനായിട്ടുള്ള ഒരാൾ പാടുമ്പോൾ അതാരാ കേൾക്കേണ്ടത്? പഴയ കാലത്തെഴുതിയ പഴയ കാലത്തെ കഥകൾ പഴഞ്ചനായിട്ടൊരാൾ പറയുമ്പോൾ അത് കേൾക്കേണ്ടതാരാ? പഴയ ആൾക്കാരാ. അതുകൊണ്ട് പുരാണം എന്ന് കേട്ടാൽ അത് നമ്മുടെ പരിപാടിയല്ല, അത് പഴയ ആൾക്കാർ, അല്ലേ? പ്രായമായിട്ടുള്ള ആൾക്കാർ വീട്ടിൽ സമാധാനം കിട്ടാണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അവരെ കൊണ്ട് വീട്ടുകാർക്ക് സമാധാനം കിട്ടാണ്ടിരിക്കുമ്പോൾ ചെയ്യുന്നൊരു പരിപാടിയാണ് പുരാണ പാരായണം. ഒരു തരത്തിൽ പറഞ്ഞത് ശരിയാണ്, അല്ലേ? ഇപ്പോൾ ഈ ഒരു സപ്താഹം തുടങ്ങുമ്പോഴേ തന്നെ എത്ര വീട്ടിൽ മക്കൾക്ക് സമാധാനം കിട്ടണുണ്ടാവും. അപ്പോൾ എല്ലാ തരത്തിലും ഇവിടെ സർവ്വവിധത്തിലും ഈ പുരാണം എന്നുള്ളതിനെ വേണ്ടതുപോലെ ലോകം സ്വീകരിച്ചില്ല. അപ്പോഴാണ് എന്ന് മാത്രമല്ല, പുരാണങ്ങൾ പല വിധത്തിൽ ഇറങ്ങിയപ്പോൾ ആൾക്കാർക്ക് സംശയം കൂടി. കാരണം ഒരു പുരാണത്തിൽ പറയുന്നതല്ല വേറൊരു പുരാണത്തിൽ പറയുന്നത്, ഒരു പുരാണത്തിൽ പറയണതല്ല മറ്റൊരു പുരാണത്തിൽ നേരെ വിരുദ്ധമായിട്ട് പറയാൻ തുടങ്ങിയപ്പോൾ ഉള്ള സംശയം കുറച്ചും കൂടെ കൂടാൻ തുടങ്ങി. അതോടെ ഈ സംശയ രോഗം വർദ്ധിച്ചു. ഇപ്പോൾ ഭാഗവത സപ്താഹത്തിന് പോകുമ്പോൾ തന്നെ പല വിധത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ടല്ലോ.
രാത്രി വായിച്ചാൽ കുഴപ്പമുണ്ടോ, പകൽ വായിച്ചാൽ കുഴപ്പമുണ്ടോ, ബുധനാഴ്ച വായിച്ചാൽ കുഴപ്പമുണ്ടോ, വൈകുന്നേരം 5 മണി കഴിഞ്ഞാൽ കുഴപ്പമുണ്ടോ, 3-ാമത്തെ പേജിൽ നിന്ന് തുടങ്ങണോ, വലത്തുഭാഗത്ത് നിർത്തണോ, ഇടത്തുഭാഗത്ത് തുടങ്ങണോ, ഇങ്ങനെ പലതരം ചോദ്യങ്ങൾ ചോദിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അവരുടെയൊക്കെ സംശയം തീർക്കാൻ വേണ്ടിയിട്ടാണ് വ്യാസൻ എന്ത് ചെയ്തത്? മഹാഭാരതം നിർമ്മിച്ചത്. സ്ത്രീ ശൂദ്ര ദ്വിജ ബന്ധൂനാം ത്രയീന ശ്രുതിഗോചര ഇതി ഭാരതമാഖ്യാനം. സന്ധ്യയ്ക്കോ രാവിലെയോ എപ്പോഴും വേണമെങ്കിലും വായിക്കാം, എവിടെ നിന്ന് വേണമെങ്കിലും വായിക്കാം, ആർക്ക് വേണമെങ്കിലും വായിക്കാം, ഒന്ന് വായിച്ചാൽ മതി നിങ്ങൾ എന്നുള്ള ഭാവത്തിലാണ് വ്യാസമഹർഷി മഹാഭാരതം നിർമ്മിച്ചത്. അതിൽ പ്രധാനമായിട്ട് 2 കാര്യങ്ങൾ നമ്മളോട് ഓർമ്മിപ്പിച്ചു. ഒന്ന് ഭഗവത്ഗീതയും മറ്റൊന്ന് വിഷ്ണു സഹസ്രനാമവും. എന്തിനാ ഭഗവത്ഗീത? ഭഗവത്ഗീത വായിക്കാനുള്ളതല്ല, ഭഗവത്ഗീത കേൾക്കാനുള്ളതല്ല, പിന്നെയോ ഭഗവത്ഗീത പഠിക്കാനുള്ളതാണ്. അപ്പോൾ ഭഗവത്ഗീത പഠിച്ചു കഴിഞ്ഞാൽ ഈശ്വരൻ ആരാണ് എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഒരു അർത്ഥം, ഒരനുഭവം നമുക്ക് ലഭിക്കും. അപ്പോൾ ഈശ്വരൻ ആരാണ് എന്നറിയാൻ ഭഗവത്ഗീത അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്താ വേണ്ടത്? ആ ഈശ്വരനെ ആരാധിക്കണം. അതിനു വേണ്ടിയിട്ട് വിഷ്ണു സഹസ്രനാമവും. അങ്ങനെ അതിഗംഭീരമായി 1.25 ലക്ഷം ശ്ലോകത്തോളം ഉള്ളതായ 18 പർവ്വങ്ങളുള്ളതായ മഹാഭാരതം നിർമ്മിച്ചു വ്യാസമഹർഷി. മഹാഭാരതം പബ്ലിഷ് ചെയ്തു. പുസ്തകം വാങ്ങി വയ്ക്കുന്ന ആൾക്കാർ മഹാഭാരതവും വീട്ടിൽ വാങ്ങിവെച്ചു. നല്ല ഭംഗിയാണ്, ഇത്ര കട്ടിയുള്ള പുസ്തകം. അപ്പോൾ അങ്ങനെയുള്ളതായ പുസ്തകം വാങ്ങിവെച്ചു. മഹാഭാരതം വീട്ടിലുണ്ടെങ്കിൽ എന്താ ഗുണമെന്ന് വെച്ചാൽ, അത്യാവശ്യം ഒരു ദിവസം തലയണ ഇല്ലാച്ചാലും കട്ടിയുള്ളത് കൊണ്ട് നമുക്കതിന് പകരമൊക്കെ ഉപയോഗിക്കാൻ പറ്റും അല്ലേ. കുറച്ച് കാലം മുമ്പ് എവിടെ ഒരു വീട്ടിലൊരു പൂജയ്ക്ക് പോയപ്പോൾ ഞാൻ ആ വീട്ടുകാരോട് ചോദിച്ചു, എന്തോ വിളക്കോ എന്തോ ഒന്ന് ഉയർത്തി വയ്ക്കാൻ കുറച്ച് ഇത്ര കട്ടിയുള്ള എന്തെങ്കിലും കിട്ടുമെന്ന്. ഞാൻ ഉദ്ദേശിച്ചത് വല്ല ഇഷ്ടികയോ മരത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ തരുന്ന. ഉടനെ ഇവർ പറഞ്ഞു, കുറേ കട്ടിയുള്ള പുസ്തകമുണ്ട് ഇവിടെ, ഭഗവത്ഗീതയും ഭാരതവും ഒക്കെ, വേറെ ഗുണമൊന്നുമില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത്, മഹാഭാരതം വാങ്ങി വയ്ക്കുന്ന ആൾക്കാർ ആവേശത്തിനത് വാങ്ങിവെച്ചു. ഇതുണ്ടോ വായിച്ചാൽ തീരുന്നു. 1.25 ലക്ഷം ശ്ലോകം. പുസ്തകം ദൂരത്തുനിന്ന് കണ്ടാൽ തന്നെ ഉറക്കം തൂങ്ങുന്ന ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ പിന്നെ വായിക്കാൻ തുടങ്ങിയാൽ ഇത് തീരില്ല എന്നായപ്പോഴാണ് ഇനി വായിക്കാണ്ടിരിക്കാൻ എന്താ വഴിയെന്ന് ആലോചിച്ചത്. അങ്ങനെ കുറേ ആൾക്കാർ മഹാഭാരതത്തിനും പരദൂഷണം ഉണ്ടാക്കി. എന്ത്? മഹാഭാരതം വീട്ടിൽ വെച്ചാൽ അടിപിടി ഉണ്ടാവും. എന്നിട്ടിപ്പോൾ മഹാഭാരതം ഇല്ലാത്ത വീട്ടിലൊന്നും അടിപിടി ഇല്ലല്ലോ. അപ്പോൾ ഏതായാലും വേദവ്യാസൻ്റെ സങ്കടം എത്രയായിരിക്കും അല്ലേ. അപ്പോൾ കലിയുഗം എന്ന് പറഞ്ഞാൽ ഇതാണ് എന്ന് വ്യാസമഹർഷിക്ക് മനസ്സിലായി. എൻ്റെ ഗുരുനാഥൻ പറയാറുണ്ട്, ഇങ്ങോട്ടേക്ക് വരുന്ന വഴിയിൽ, സപ്താഹവേദിയിലേക്ക് വരുന്ന വഴിയിൽ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ പുസ്തകവും വയ്ക്കുക, ചായപ്പൊടിയും വയ്ക്കുക. വൈകുന്നേരം ആകുമ്പോൾ ഏതാ ചിലവാകുക? ഒരു സംശയമില്ല, ചായപ്പൊടി എന്തായാലും ചിലവാകും. കാരണം കലിയുഗത്തിൽ ഇതൊക്കെയാണ് പ്രധാനം. അപ്പോൾ ഏതായാലും വേദവ്യാസന് വല്ലാത്ത സങ്കടം. താൻ ഇത്രയും ലോകത്തിന് വേണ്ടി മെനക്കെട്ടിട്ടും ലോകത്തിനെന്താ തൻ്റെ ഗ്രന്ഥങ്ങളോടൊരു വിമുഖത. തഥാപിനാത്മാ പരിതുഷ്യതോമേ, എൻ്റെ മനസ്സിന് തന്നെ എന്താ ഒരു പൂർണ്ണത വരാത്തത് എന്ന ഭാവത്തിൽ വ്യാസമഹർഷി ശമ്യാപ്രാസം എന്ന തൻ്റെ ആശ്രമത്തിൽ വളരെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മുൻപിലേക്ക് നാരദം സുരപൂജിതം, ദേവന്മാർ പോലും വന്ദിക്കുന്ന സാക്ഷാൽ ദേവഋഷിയായ ശ്രീനാരദ മഹർഷി അവതരിക്കുന്നത്. അപ്പോൾ വ്യാസൻ്റെ ഗുണം എന്താ വെച്ചാൽ, വ്യാസൻ എല്ലാം അറിഞ്ഞു കഴിഞ്ഞു, ഇനി എന്തോ ഒന്നറിയാൻ ബാക്കിയുണ്ട്, അത് കിട്ടിയാൽ മതി. ആ ഒരവസ്ഥയിലാണ് ആരിയിരിക്കുന്നത്? വ്യാസമഹർഷി ഇരിക്കുന്നത്. ആ കുറവ് അത് നികത്താനാണ് നാരദരുടെ വരവ്. ഇവിടെ നാരദ മഹർഷിയെ കണ്ടതും വേദവ്യാസൻ വീണ് നമസ്കരിച്ചു. നാരദ മഹർഷി വേദവ്യാസനോട് ചോദിക്കുകയാണ്, പാരാശരിയ മഹാഭാഗ ഭവത കച്ചിതാത്മന പരിതുഷ്യതി ശാരീര ആത്മാ മാനസ ഏവവാം. ഹേ പരാശരപുത്ര വേദവ്യാസം, എന്താ അങ്ങേക്ക് ഇത്ര സങ്കടം എന്ന് നാരദർ ചോദിക്കുകയാണ്. ആരോട്? വേദവ്യാസ മഹർഷിയോട്. ഇവിടെ ഇപ്പോൾ വേദവ്യാസ മഹർഷിക്ക് സങ്കടമുണ്ടെന്ന് ആരെങ്കിലും നാരദരോട് പറഞ്ഞോ? പറഞ്ഞിട്ടൊന്നുമില്ല. പറയാണ്ട നാരദർക്ക് മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? മുഖം കണ്ടപ്പോൾ മനസ്സിലായി. വേദവ്യാസനോട് പറയുക, ഒന്ന് ശരീരത്തിൻ്റെ ദുഃഖം, മറ്റൊന്ന് പ്രകൃതി തരുന്ന ദുഃഖം, മറ്റൊന്ന് മനസ്സിൻ്റെ ദുഃഖം. ഇതിലേത് ദുഃഖത്തിന് ഏറ്റവും ശക്തി? ഏറ്റവും ശക്തി ഏത് ദുഃഖത്തിനാ?
അത് പറയാൻ തന്നെ മനസ്സിനൊരു സുഖില്ല അല്ലേ? മനസ്സിൻ്റെ ദുഃഖമാണ് ഏറ്റവും ശക്തിയുള്ളത്. മറ്റുള്ള രണ്ട് ദുഃഖത്തിന് നമുക്ക് ഒരു പരിധിവരെ പ്രതിവിധിയൊക്കെ കണ്ടെത്താൻ പറ്റും. ഇപ്പം ശരീരത്തിന് സുഖമില്ലാച്ചാൽ ഔഷധങ്ങൾ സേവിക്കാം അല്ലേ? മെഡിസിനൊക്കെ കഴിച്ച് കുറേയൊക്കെ നേരെയാക്കാം. പ്രകൃതിയുടെ ദുഃഖം, വല്ലാണ്ട് ചൂടുണ്ടെങ്കിൽ നമുക്ക് ഫാനിടാം, തണുക്കണുണ്ടെങ്കിൽ പുതയ്ക്കാം. പക്ഷേ മൂന്നാമത്തെ സാധനം ഉണ്ടല്ലോ, മനസ്സ്. അതിൻ്റെ കാര്യമാണ് വല്ലാത്ത കുഴപ്പം. ഇത് കാണുന്നൊരു സാധനമാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു അല്ലേ? എങ്ങോട്ടെങ്കിലും ഓടിപ്പോകുമ്പോൾ പിടിച്ച് കെട്ടിയിടാം, ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കാം. ഇത് കാണാത്തൊരു സാധനമാണ് ആര്? ഈ മനസ്സ്. ഈ മനസ്സിൻ്റെ ദുഃഖം വന്നാൽ അത് വല്ലാത്ത വിഷയമാണ്. എന്നു മാത്രമല്ല, മനസ്സ് ദുഃഖം എവിടുന്നാണ് ടോക്കൺ വിളിച്ച് കൊണ്ടുവരിക എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല. ചിലപ്പോൾ 20 കൊല്ലം മുമ്പ് കഴിഞ്ഞത് ഇപ്പോഴും നമ്മളെ ആലോചിച്ച് ടെൻഷൻ അടിപ്പിക്കും. അല്ലെങ്കിൽ 25 കൊല്ലം പോണതിനെ ഇപ്പോഴേ നമ്മളെ വേവലാതിപ്പെടുത്തും. ഇങ്ങനെ മനസ്സ് എപ്പോഴും വേണമെങ്കിലും ദുഃഖത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാം. എന്നിരിക്കെ അങ്ങയുടെ ദുഃഖം മനസ്സിൻ്റെതാണെങ്കിൽ എന്താ അതിന് കാരണം പറയൂ ചോദിച്ചപ്പോഴാണ് വേദവ്യാസ മഹർഷി പറയുന്നത്, അസ്തേവമേ സർവമിദം ത്വയോക്തം തഥാവിനാത്മാ പരിതുഷ്യതോ മേ. നാരദ മഹർഷി, അങ്ങയ്ക്ക് ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. എങ്കിലും ഞാൻ അങ്ങയോട് പറയട്ടെ, ഈ ലോകത്തിൽ എല്ലാവർക്കും ആനന്ദം ഉണ്ടാവണം, എല്ലാവരും ധർമ്മത്തെ ആചരിക്കണം, എല്ലാവർക്കും ധർമ്മബോധം ഉണ്ടാവണം, എല്ലാവരുടെയും ഉള്ളിൽ അധർമ്മമില്ലാതെ ധർമ്മബോധം വിളങ്ങി യുദ്ധമില്ലാണ്ടാവണം. ഇതൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത് അല്ലേ? എല്ലാവരും ധർമ്മബോധമുള്ള ആളാണെങ്കിൽ പിന്നെ ഇവിടെ യുദ്ധം ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ യുദ്ധമില്ലാത്ത ഒരു ലോകം ഉണ്ടാവണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത്രയും ഗ്രന്ഥങ്ങൾ എഴുതിയത്. അവസാനം മഹാഭാരതം വരെ ഞാൻ എഴുതിയത് യുദ്ധമില്ലാണ്ടാവാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ മഹാഭാരതം എന്ന് കേട്ടാൽ തന്നെ ആദ്യം നമുക്ക് ഈ പറഞ്ഞ യുദ്ധത്തിൻ്റെ രംഗമാണ് മനസ്സിൽ വരിക. അപ്പോൾ ലോകത്തിൽ എന്താ എൻ്റെ ഗ്രന്ഥങ്ങൾ വേണ്ടതുപോലെ പ്രകാശിക്കാത്തത്? ലോകം എന്താ എൻ്റെ ഗ്രന്ഥങ്ങളെ വേണ്ടതുപോലെ സ്വീകരിക്കാത്തത്? ഇതാണ് വേദവ്യാസ മഹർഷിയുടെ ചോദ്യം. ഇവിടെ നാരദ മഹർഷി വേദവ്യാസ മഹർഷിയോട് പറയുന്നു, അങ്ങ് രചിച്ച ഗ്രന്ഥങ്ങൾ ലോകത്തിന് സമാധാനം കൊടുക്കണമെങ്കിൽ ആദ്യം ആർക്കതുണ്ടാവണം അല്ലേ? അങ്ങയുടെ ഗ്രന്ഥം വായിച്ചിട്ട് ലോകത്തിന് സമാധാനം ഉണ്ടാവണമെങ്കിൽ ആദ്യം അങ്ങയ്ക്കിതുണ്ടാവണ്ടേ അല്ലേ? എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നോട് പറഞ്ഞു, ഞാനൊരു പുസ്തകം പബ്ലിഷ് ചെയ്യുന്നുണ്ട്. എന്താ പുസ്തകം? പുസ്തകത്തിൻ്റെ പേര് കേട്ടാൽ തന്നെ നീ ബുക്ക് ചെയ്യും, ഉറപ്പാ. എന്താ പുസ്തകം? പണമുണ്ടാക്കാൻ എളുപ്പ വഴി. കേൾക്കേണ്ട താമസം ഞാൻ അപ്പം തന്നെ അഡ്വാൻസ് കൊടുത്തു ബുക്ക് ചെയ്തു. 2 മാസം കഴിഞ്ഞിട്ടും ഇവൻ്റെ പുസ്തകം ഇറങ്ങിയില്ല. ചോദിച്ചപ്പോഴാണ് ഇവൻ പറഞ്ഞത്, അത് പ്രിൻ്റ് ചെയ്യാൻ ആദ്യം പൈസ വേണ്ടേ അല്ലേ? അപ്പോൾ പറഞ്ഞു വന്നത്, മറ്റുള്ളവർക്ക് കൊടുക്കാൻ മനസമാധാനം എന്നൊക്കെ പറയണമെങ്കിൽ ആദ്യം എൻ്റെ കയ്യിൽ ഇത് ഉണ്ടാവണ്ടേ? വേദവ്യാസ മഹർഷിയുടെ ഗ്രന്ഥം ലോകത്തിന് സമാധാനം കൊടുക്കണമെങ്കിൽ ആദ്യം ഇദ്ദേഹത്തിനത് വേണ്ടേ? എന്താ അങ്ങയ്ക്ക് സമാധാനം ഇല്ലാണ്ടിരിക്കാൻ കാരണം? അങ്ങയുടെ ഗ്രന്ഥങ്ങളിലെല്ലാം തികഞ്ഞിട്ടുണ്ട്. വൃത്തവും വ്യാകരണവും ചമത്കാരങ്ങളും ഒക്കെ ഭംഗിയായിട്ടുണ്ട്. പക്ഷേ ന തഥാ വാസുദേവസ്യ മഹിമാഹി അനുവർണിത. അതിൽ ഭഗവാൻ വാസുദേവൻ്റെ മഹിമകൾ, ഭഗവത് ഭക്തിയുടെ മാധുര്യം കുറച്ച് കുറഞ്ഞു പോയോ എന്നൊരു സംശയം. ഭഗവാനെക്കുറിച്ച് അങ്ങ് ഒന്നും പാടിയിട്ടില്ലല്ലോ. വേദവ്യാസ മഹർഷി പറഞ്ഞു, ഞാൻ ശരിക്കും മഹാഭാരതം രചിച്ചത് ഭഗവാനെക്കുറിച്ച് പറയാനാ. എന്നാൽ മഹാഭാരതം എന്ന് കേട്ടാൽ ആർക്കും ഭഗവാനെ ഒന്നുമല്ല ഓർമ്മ വരിക. അപ്പം എന്തു വേണം? കേൾക്കുമ്പോൾ തന്നെ ആ അനുഭൂതിയെ തരുന്ന, കേൾക്കുമ്പോൾ തന്നെ ഹൃദയത്തിൽ ഭക്തിയുടെ മാധുര്യം ലഭിക്കുന്ന ഒരു ഗ്രന്ഥം അങ്ങ് ഭാഗവതം എന്നൊരു ഗ്രന്ഥം രചിക്കണം. ഭഗവാന്റെ കഥകൾ മാത്രം, അങ്ങനെ ഭഗവാന്റെ മഹിമകളെ മാത്രം പാടുന്നതായ ഒരു ഗ്രന്ഥം അങ്ങ് രചിക്കുക. അത് സജ്ജനങ്ങൾ സ്വീകരിക്കും. അത് ലോകത്തെ മുഴുവൻ പരിപാവനമായി അനുഗ്രഹിക്കും. അത്രയ്ക്കൊക്കെ ശക്തി ഭഗവാന്റെ കഥകൾക്കുണ്ടോ? ഞാൻ ഇതുവരെ രചിച്ച ഈ പറഞ്ഞ ഗ്രന്ഥങ്ങളിൽ പറയണതിനേക്കാൾ മഹിമ ഭഗവാന്റെ മഹിമ കഥകൾക്കുണ്ടോ എന്നാണ് ഇനി അങ്ങയുടെ ചോദ്യമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കഥ പറയാം. അത് വേറെ ആരുടെയോ കഥയല്ല, പിന്നെയോ എൻ്റെ അനുഭവ കഥയെ പറയാം എന്ന് പറഞ്ഞ് ശ്രീനാരദ മഹർഷി തൻ്റെ പൂർവജന്മ ചരിതത്തെ
വേദവ്യാസ മഹർഷിക്കായിട്ട് വർണ്ണിച്ചു കൊടുക്കുന്നു. ദാസീപുത്രനായിരുന്ന കാലത്ത് അല്പം സജ്ജനങ്ങളിൽ നിന്നും ഭാഗവതന്മാരിൽ നിന്നും കേൾക്കാൻ സാധിച്ച ഭഗവാന്റെ കഥയുടെ മാധുര്യം, അന്ന് ആ ഭാഗവതോത്തമന്മാരായ സജ്ജനങ്ങൾ എന്നെ മടിയിലിരുത്തി പാടിത്തന്ന ഭഗവാന്റെ കഥകൾ, അതെന്നിലുണ്ടാക്കിയ ഭഗവത് പ്രേമം, സ്വന്തം അമ്മ മരിച്ചപ്പോൾ പോലും അതിനെ ഈശ്വര നിശ്ചയം എന്ന ഭാവത്തിൽ കരുതി ഭഗവാനെ ധ്യാനിക്കാൻ എനിക്ക് സാധിച്ചു. ഹൃദ്യാസീന്മേ ശനേർഹരി. സ്വതവേ ഭഗവാനെ ഹൃദയത്തിൽ ധ്യാനിക്കൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ എനിക്ക് വളരെ പെട്ടെന്നത് സാധിച്ചു ആ സജ്ജനങ്ങളുടെ അനുഗ്രഹം കൊണ്ട്. ഈ ഒരു ജന്മത്തിൽ ഇനി എന്നെ കാണാൻ സാധിക്കില്ല, അടുത്ത ജന്മത്തിൽ എന്ന ഭഗവാന്റെ ആ ഒരു വാക്ക് കേട്ട് വീണ്ടും കാത്തിരുന്നു. അങ്ങനെ ബ്രഹ്മപുത്രനായിട്ട് ഇന്നിതാ നാരദ മഹർഷിയായി ജനിച്ചു. ദേവന്മാർ തന്ന ഈ മഹതി എന്ന വീണയിൽ ശ്രുതി മീട്ടിക്കൊണ്ട് ഭഗവാന്റെ നാമങ്ങളെ പാടി, ഭഗവാന്റെ കഥകളെ പാടി ഈ ലോകം മുഴുവൻ സഞ്ചരിക്കാൻ എനിക്ക് സാധിക്കുന്നു. ഭഗവാന്റെ കഥകൾ, അതിൻ്റെ മാധുര്യം കൊണ്ട് ഇന്ന് എൻ്റെ അവസ്ഥ എന്താ? ആഹൂത ഇവമേ ശീഘ്രം ദർശനം യാതി ചേതസി. ഭഗവാനെ കാണാൻ ഏത് രൂപത്തിലാണോ ഞാൻ ആഗ്രഹിക്കുന്നത്, ആ രൂപത്തിലുള്ള ഭഗവാന്റെ അടുത്തേക്ക് ഞാൻ അങ്ങോട്ട് പോവുമല്ല. ഞാൻ ജപിക്കുന്ന, ഞാൻ ആഗ്രഹിക്കുന്ന രൂപത്തിൽ ഭഗവാൻ എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന് വിളങ്ങുന്നു. ആ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയത് അന്ന് ആ സജ്ജനങ്ങൾ പാടിത്തന്ന ഭഗവാന്റെ കഥയുടെ മാഹാത്മ്യം കൊണ്ടാണ്. അതുകൊണ്ട് വേദവ്യാസ മഹർഷി അങ്ങ് ഭാഗവതം രചിക്കൂ എന്ന് പറഞ്ഞ് വ്യാസമഹർഷിയെ അനുഗ്രഹിച്ച് ഭഗവത് കഥകളെ പാടാനുള്ള സർവ്വ അനുഗ്രഹത്തെയും ശ്രീനാരദ മഹർഷി നൽകുന്ന രംഗം. തുടർന്ന് വേദവ്യാസ മഹർഷി ഭാഗവതത്തെ രചിക്കാനായി തുടങ്ങുന്ന രംഗങ്ങളൊക്കെയാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് അനുസ്മരിക്കാനുള്ളത്. ഇപ്പോൾ ഇവിടെ നിർത്തുന്നു. 9 മണി കഴിഞ്ഞ് പാരായണം തുടരും. സർവത്ര ഗോവിന്ദനാമ ഗോവിന്ദ ഗോവിന്ദ.